തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMന്റെ പ്രവർത്തനം പാളി എന്ന വിലയിരുത്തലിൽ പാർട്ടി വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാനും നടപടി സ്വീകരിക്കാനുമാണ് തീരുമാനം. മുതിർന്ന നേതാക്കൾക്കെതിരെ വരെ നടപടി ഉണ്ടായേക്കും. പതിറ്റാണ്ടുകളായി കൈവശം വെച്ച സീറ്റുകളിൽ BJP കടന്നുകയറ്റം CPMനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. വിമത ഭീഷണിയും സീറ്റ് ഉപജനത്തിലെ തർക്കവും മാറ്റി നിർത്തിയാൽ പ്രതികൂല വിഷയങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇല്ലെന്നായിരുന്നു CPM കണക്കൂട്ടൽ. BJP നേതാക്കളുടെ അകാല മരണം അവർക്കെതിരെ വോട്ടാകുമെന്നും വിലയിരുത്തി. എന്നാൽ CPMന്റെ കണക്കുകളെല്ലാം പിഴച്ചു. BJP ഒരു പ്രതീക്ഷയും വയ്ക്കാത്ത വാർഡുകൾ പോലും അവർക്ക് ലഭിച്ചുവെന്നാണ് CPMന്റെ കണ്ടെത്തൽ. BJPക്ക് തിരിച്ചടി സാധ്യതയുണ്ടായിരുന്ന വാർഡുകളിൽ RSSന്റെ പ്രവർത്തനം അവർക്ക് താങ്ങായപ്പോൾ CPMന് നഷ്ടമായത് തലസ്ഥാനത്തിന്റെ തലപ്പാവാണ്. തീരദേശ മേഖലയിൽ ഭീമാപള്ളി, പൂന്തുറ, പിന്നെ പുത്തമ്പള്ളി, അതുപോലെ തന്നെ കമലേശ്വരം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. ആ പരാജയം സംഭവിച്ചത് പകരം കോൺഗ്രസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഏകീകരണം ചില കാര്യങ്ങളിൽ അവിടെ വന്നിരിക്കുന്നു. മുട്ടട, അതുപോലെ തന്നെ അപ്പുറത്ത് നാലാഞ്ചിറ, അതുപോലെ നന്തൻകോട്, ഇവിടെല്ലാം പ്രദേശങ്ങൾ, പാളയം, ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ കുന്നുകുഴി, ഇതെല്ലാം നോക്കുമ്പോൾ വേറൊരു വിഭാഗത്തിൻ്റെ ഒരു ഏകീകരണം അവിടെ വന്നിട്ടുണ്ട്. 60-ൽ താഴെ വോട്ടുകൾക്ക് CPM കൈവിട്ടത് 7 വാർഡുകൾ. സിറ്റിംഗ് വാർഡായ ആറ്റുകാൽ നഷ്ടമായത് 11 വോട്ടുകൾക്ക്. ചാല പിടിക്കാൻ മുതിർന്ന നേതാവ് SA സുന്ദറിനെ കളത്തിലിറക്കിയിട്ടും 12 വോട്ടുകൾക്ക് തോറ്റു. സംഘടനാ വീഴ്ചകൾ തോൽവിക്ക് ആക്കം കൂട്ടിയെന്നാണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായി. ഓരോ വാർഡും പ്രത്യേകമായി എടുത്ത് പരിശോധിക്കാനാണ് തീരുമാനം. അന്വേഷണത്തിന് പുറമെ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകും. CPMനെതിരെ വിമത സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയതിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ പരസ്യ വിമർശനം ഉയർന്നിരുന്നു. വാഴോട്ടുകോണം ഡിവിഷനിൽ 58 വോട്ടിന്റെ പരാജയമാണ് ഉണ്ടായത്. എന്നാൽ CPM വിമതൻ KV മോഹനൻ 636 വോട്ട് നേടി. നഗരപരിധിയിലെ വാർഡുകളിൽ ചുമതലയുണ്ടായിരുന്ന നേതാവ് കരമന ഹരി വേണ്ടത്ര രീതിയിൽ പ്രവർത്തനം ഏകോപിപ്പിച്ചില്ലെന്ന വിമർശനവുമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ജില്ലാ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യും. നേതൃയോഗം സമാധാനപരമായി നടത്തുകയെന്നത് തിരഞ്ഞെടുപ്പ് തോൽവിയേക്കാൾ വലിയ വെല്ലുവിളിയാണ് പാർട്ടിക്ക്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.